വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി ലാംഗ്വേജായിട്ട് ഏത് ലാംഗ്വേജാണോ സെലക്ട് ചെയ്യുന്നത് ആ ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. ഇവിടെ 37 പരം ലാംഗ്വേജസ് ഉണ്ട്. അതിലേത് ലാംഗ്വേജസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇഷ്ടമുള്ള ലാംഗ്വേജസ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, പിന്നെ അറബിക്കുണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏത് ലാംഗ്വേജാണ് നമുക്കറിയാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ആ ലാംഗ്വേജസിൻ്റെ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൈമറി ലാംഗ്വേജ് ഏതായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് എമൗണ്ട് ഫിക്സ് ആകുക. അപ്പം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ട്, എങ്ങനെയാണ് നമ്മളിതിൽ സൈനപ്പ് ചെയ്യുക, എങ്ങനെയാണ് വിഡ്രോവൽ കിട്ടുക, എമൗണ്ട് എത്രയാണ് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്കത് മാറുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവരെല്ലാം വീഡിയോ കാണുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഗെൻകോ എന്ന് അറിയപ്പെടുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ്. ഈ സൈറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ട്രാൻസ്ലേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ജോബ് വരുന്നത്. ഇതിൽ നമുക്ക് ഇന്ന സമയമൊന്നുമില്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ 1000-ഓളം ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലെത്താവുന്നതാണ്. ഇവിടെ പറയുന്നത് പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ വിത്ത് ഹവേഴ്സിൽ മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 97% കസ്റ്റമേഴ്സ് ഈ ഒരു സൈറ്റിൽ സാറ്റിസ്ഫാക്ഷൻ നേടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ നമ്മുടെ ഈ വർക്കുകളൊക്കെ അവർക്ക് അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 65,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു സൈറ്റിൽ. അതുകൂടാതെ 1 ബില്യൺ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓർഡർ കൊടുക്കേണ്ട ആൾക്കാരുമുണ്ട്, പിന്നെ നമ്മളെപ്പോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും ഉണ്ട്. അങ്ങനെ 2 കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട് ഈ ഒരു സൈറ്റിൽ. അപ്പം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് കിട്ടുക, എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എമൗണ്ട് കിട്ടുക എന്നതിനെ പറ്റിയൊക്കെ അവരിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർ വേർഡ്സിനാണ് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുക. അപ്പം ഇംഗ്ലീഷിൽ നിന്ന് അവർ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷിലേക്ക് മാറ്റാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ ലാംഗ്വേജസ് കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇപ്പം ഫ്രഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ഉള്ള എമൗണ്ട് എത്ര എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വേർഡിന് 0.06 ആണ് കിട്ടുക. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് പറയുന്നത് 0.06. അതല്ലാതെ ഇപ്പം കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടുള്ള ഒരാൾക്ക് 0.12 വരെ പെർ വേർഡ്സിന് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജസിനും ഓരോ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് എത്രയാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫ്രഞ്ച് സെലക്ട് ചെയ്ത് നോക്കാം. ഫ്രഞ്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴത്തേക്കിനും നമുക്ക് എത്ര കിട്ടും, 0.08. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷിലേക്ക് മാറ്റിയപ്പോഴത്തേക്കിന് 0.06 ആയിരുന്നു. എന്നാൽ ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.08 ആണ്. 0.14 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതി വെച്ച് നോക്കിയിട്ട് ഏത് ലാംഗ്വേജസിൽ നിങ്ങൾക്ക് എമൗണ്ട് കൂടുതൽ കിട്ടും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ട്രാൻസ്ലേറ്റർ ആകുമ്പം എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. ഇവിടെ ട്രാൻസ്ലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാൻസ്ലേറ്ററാണോ കസ്റ്റമറാണോ. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്ററാണ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഗൂഗിൾ മെയിൽ ഐ ഡി ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക്
സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം. ഇന്ന സമയം എന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലെക്സിബിളായിട്ടുള്ള ഹവേഴ്സാണ്. പിന്നെ എത്രയാണോ ലാംഗ്വേജ്, നമ്മൾ ഇവിടെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ലാംഗ്വേജ് നമ്മൾ ഏത് ലാംഗ്വേജാണോ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ആ ലാംഗ്വേജിനെ ബേസ് ചെയ്ത് നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താണ് ഇതിന് വേണ്ടുന്ന സ്റ്റെപ്പ്, അപ്പം നമുക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട് എങ്ങനെ നമുക്ക് വർക്ക് കിട്ടും എന്നുള്ളത്. അത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യണം. സൈനപ്പ് എന്ന് പറയുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് ഫോർ എ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ്. അപ്പം ഞാൻ ആദ്യമേ കാണിച്ചു തന്നതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്താണ് 2 ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസ്ലേറ്റർ വർക്കാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വന്നിട്ട് നമ്മളത് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതായിരിക്കും ടെസ്റ്റ് വരിക. അപ്പോൾ അതുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ ഒരു ടെസ്റ്റ് അവർ അപ്രൂവലായി തരണം. എന്ന് വെച്ചാൽ നമ്മൾ പാസ്സായില്ലോ എന്നറിയണം. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പം ടെസ്റ്റാണ് നമ്മൾ പാസ്സാകേണ്ടത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേനും താഴോട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പം പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഏതൊക്കെ പേയ്മെൻറ്റാണ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം പേയ്മെൻറ്റ് കിട്ടുക നമുക്ക് എന്താണ് പേപ്പാലായിരിക്കും എന്താണ് മെയിൻ പേയ്മെൻറ്റിൻ്റെ ഇത് വരിക. അതല്ലാതെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ടെസ്റ്റ് പാസ്സാകണം, അത് മാത്രമേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.